നിലമ്പൂർ നിയമസഭയിലെ ഏറ്റവും വലിയ പഞ്ചായത്ത് UDF ഭരിക്കുന്ന വഴിക്കടവ്. ഇപ്പൊ തന്നെ 23 സീറ്റ് ഉണ്ട്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 24 സീറ്റ് ആവും. ചേട്ടാ, ബാപ്പുട്ടിയെ ജയിപ്പിക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? ബാപ്പുട്ടി അന്തസ്സായിട്ട് ജയിക്കും. ഞങ്ങൾക്ക് അബദ്ധം പറ്റി. ബാപ്പുട്ടിയെ നിർത്തിയതോ? ബാപ്പുട്ടിയെ നിർത്തിയതല്ല, പിന്നെ ഞങ്ങൾക്ക് ഈ 9 വർഷക്കാലം ഒരു അബദ്ധം പറ്റി. അൻവർ പറഞ്ഞത് ബാപ്പുട്ടി തോക്കുന്ന. അൻവറിന് എന്തും പറയാം. അതിന്റെ കൂടെ വന്നിട്ട് ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെയും നിയോജകമണ്ഡലം കൺവീനറും എല്ലാം അയാൾ തീരുമാനിക്കുന്നതാണ്. പിന്നെ ഞങ്ങളത് തേങ്ങാപ്പുണ്ടാക്കനെ ഇരിക്കുന്നത്. അൻവർ മത്സരിക്കുന്നത് നിങ്ങൾക്ക് ദോഷാണെന്നേ. ഞങ്ങൾ 25,000-ന്റെ ലെവലിൽ ഭൂരിപക്ഷം വരുന്നത് അൻവർ എഫക്റ്റ് ആണ്. സ്വരാജ് നിലമ്പൂരാണല്ലേ, സ്വരാജ് ജയിക്കില്ലേ? ഞാൻ മർത്തോമ കോളേജ് പഠിക്കുമ്പോൾ എന്റെ കുറെ ജൂനിയർ ആയിട്ട് പഠിച്ചാണ്. അന്ന് സ്വരാജ് M നായരാണ്. ഇവിടെ പ്രളയം ഉണ്ടായി. ഈ സ്വരാജ് എവിടെയായിരുന്നു? BJP കുറച്ച് വോട്ട് പിടിക്കില്ലേട്ടാ. മോഹൻ ജോർജ് 3ാമത്തെ കേരള കോൺഗ്രസ് ആണ് ഇപ്പൊ. ശരി, എത്ര വോട്ടിന് നിങ്ങൾ ജയിക്കുന്ന? 20,000 ഞങ്ങളുടെ ടാർഗറ്റ്. 20,000 ഭൂരിപക്ഷോ? 20,000 ഞങ്ങൾക്ക് സിമ്പിൾ ആണ്. കാരണം ജനങ്ങളല്ലേ വോട്ട് ചെയ്യേണ്ടത്. ജനങ്ങൾ വോട്ട് ചെയ്യാത്തോണ്ടല്ലേ നിങ്ങൾ കഴിഞ്ഞിട്ട് തോറ്റേ? 20ന്റെ എബവ് 20,000 മുകളിൽ കിട്ടും. കാണാം. ചേട്ടാ, നിലമ്പൂർ എങ്ങനെ സ്വരാജ് ജയിക്കോ? LDF-നാണ് ഏറ്റവും വലിയ ചാൻസ് ഇപ്പോൾ നിലവിലുള്ളത്. LDF തോക്കുന്നാണല്ലോ പറഞ്ഞത്. ആര് പറഞ്ഞേ? സഖാവ് കുഞ്ഞാലി 2 പ്രാവശ്യം. 2025 ചേട്ടാ. ബാപ്പുട്ടി ജയിക്കില്ലേ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ജയിക്കാൻ കാരണം എന്താ? അൻവർ ആയിരുന്നു സ്ഥാനാർത്ഥി. അതിന് മുമ്പ് അൻവർ മത്സരിച്ചാൽ ജയിക്കാതെ. ഈ നാട്ടിലെ അൻവറിന്റെ കൊണ്ട് ജയിച്ചല്ല അയാൾ 2 വട്ടം. എന്തായാലും നിങ്ങളെ പാർട്ടിയുടെ കുറച്ച് വോട്ട് അൻവർ പിടിക്കും. ആ DSC ഇന്നും അൻവറിന്റെ കൂടെയുണ്ട്. അവരുടെ വോട്ടുകൾ പിടിക്കും. അത് UDF-ന്റെ വോട്ടാണ് നഷ്ടപ്പെടുക. ചേട്ടാ, വഴിക്കടവ് പഞ്ചായത്ത് പോലും നിങ്ങൾക്ക് ഭരണമല്ലല്ലോ, പിന്നെ നിങ്ങൾ എങ്ങനെ ജയിക്കുന്ന പറയണേ? 19 MP-മാര് UDF-നാണല്ലോ. കേരളത്തിൽ പിണറായി വിജയനാണല്ലോ മത്സരിക്കണേ. നിങ്ങൾ പറയണ നിലമ്പൂർ LDF ജയിക്കുന്നാണ്. നമുക്ക് 23-ാം തീയതി വോട്ടെണ്ണം കാണാം. എടാ മോനെ, അൻവർക്ക് ജയിക്കോ? അത് ജയിക്കാൻ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനാ. പിന്നെ അൻവർക്കല്ലാതെ ആരിവിടെ ജയിക്കാനാ? കത്രികയ്ക്ക് അത്ര മൂർച്ച പോരല്ലോ. ജനങ്ങളെ ഒരുമിപ്പിച്ചാണ്ട് കത്തിലൂടെ മൂർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബാപ്പുട്ടി ജയിക്കില്ലേ? ബാപ്പുട്ടി ഒരിക്കലും ജയിക്കും. ഈ അൻവർ കറിവേപ്പിലയാണോ? കറിവേപ്പില ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ള സാധനം, ആരോഗ്യത്തിന് നല്ലതാണ്, കണ്ണിന് കാഴ്ചയുള്ള സാധനം. പറ്റുമായിരിക്കും. അല്ല, കറിവേപ്പില ചിലരെടുത്ത് കളയാറുണ്ട്. ഈ സ്വരാജിന്റെ ഗതി ഇതല്ലേ? അല്ല, നിങ്ങൾക്ക് വീണ്ടും മത്സരിക്കാനാണെങ്കിൽ പിന്നെ എന്തിനു രാജിവെക്കാൻ പോയത്? അത് രാഷ്ട്രീയത്തിന്റെ സമ്മർദ്ദം കൊണ്ട്. കഴിഞ്ഞ പ്രാവശ്യം LDF-ന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് ജയിച്ചു. അൻവറിന് വേണ്ടിയിട്ടാണ് LDF ഉള്ളത്, അല്ലാതെ അൻവറിന് ആവശ്യമല്ല LDF-ന്. ആരെയും പിന്തുണയില്ലാതെ അൻവർ നിലമ്പൂര് ജയിക്കില്ല. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. ചേട്ടാ, BJP ജയിപ്പിക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? അതെ അതെ, ജയിച്ചു നിൽക്കല്ലേ ഇവിടെ? നിലമ്പൂരാ നിലമ്പൂര് BJP ജയിച്ചതാ. എന്റെ പൊന്നേട്ടാ, നിലമ്പൂര് നിങ്ങൾ എങ്ങനെ ജയിക്കുന്ന? ഇപ്പൊ മോദിയുടെ ഉപകാരങ്ങൾ എല്ലാ ജനങ്ങളിലേക്ക് ഡയറക്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏതൊക്കെ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ലീഡ് കിട്ടും? മൂത്തേടം പഞ്ചായത്ത്, നിലമ്പൂർ നഗരസഭ. നഗരസഭയിൽ ആകെ ഒരു സീറ്റാ ഉള്ളേ, അവിടെ ലീഡ് കിട്ടും. വോട്ട് ജനങ്ങളല്ലേ വോട്ട് ചെയ്യണേ? ഇവിടുത്തെ ജനങ്ങൾ UDF-നെ ജയിപ്പിച്ചു വിട്ടു, LDF-നെ ജയിപ്പിച്ചു വിട്ടു. UDF LDF ജയിച്ചത് എങ്ങനെ? ജനങ്ങൾ വോട്ട് ചെയ്തില്ലേ? നിങ്ങൾ എത്ര വോട്ടിന് ജയിക്കും? 5,000-ന്റെ മേലെ വോട്ട്. 10,000 വോട്ട് ഇതുവരെ തികച്ചു പിടിച്ചിട്ടില്ല. നല്ല പാട്ടും പാടി വരണം. പാട്ട് പാടി വരും. പട്ടക്കം പൊട്ടിച്ച് പാട്ട് പാടി വരും.